ഗോതമ്പ് പൊടിയൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഗോതമ്പ് പൊടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ, ചപ്പാത്തി ചുട്ടുകാണ്ടും അതും ഇതും കാട്ടി കൂട്ടി അങ്ങനെ അതാണ് തീർക്കും. പക്ഷേ ഈ പലഹാരങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെയുള്ള പൈസ മുഴുവനും കൊണ്ടേ കൊടുത്ത് കടയിലൊക്കെ പോയിട്ട് വാങ്ങുക, കഴിക്കുക അല്ലേ. എന്നാൽ ഈ ഒരു പലഹാരം നമ്മൾ വീട്ടിലാണ് ഇട്ടുണ്ടാക്കുന്നത്, അതും ഒരു തുള്ളി ഓയിലോ നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കണതോ. അപ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണെന്ന്. കാണാനാണെങ്കിൽ എന്തോ ഒരു ചൊർക്ക്, ഇത് കഴിക്കാനാണെങ്കിലോ അതിലും വലിയ രസമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയാണ് കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് കണ്ട് തരിച്ചിക്കണ്. എന്തിനാ വെച്ചാൽ ഈ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂലല്ലോ, ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നൊക്കെ അല്ലേ. അപ്പം ചിലപ്പോൾ വല്ല പീക്കളങ്ങാണ്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് തരിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിലെ ഗോതമ്പ് പൊടി നല്ല ഫ്രഷ് ആണെന്നൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് തരിച്ചാൽ വേണ്ടി, അത് നല്ലതാണ്. വല്ല ഉറക്കുത്തന്മാരോ ചെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. അപ്പോൾ ഏതായാലും കണ്ടോക്കിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ടിയിലും വലുപ്പത്തിലും കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ലൊരു കുപ്പി ഗ്ലാസ്സിനോ അതല്ലെങ്കിൽ കപ്പിനോ ഏതാണ് നിങ്ങളൊരു പാത്രം എടുക്കുന്ന ചൈന ഇങ്ങോട്ട് ഒരു ഗ്ലാസ് ഇങ്ങോട്ട് അളന്നോളി. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇത് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കാണ്ടൊന്ന് അരിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിന് വല്ല ഉമ്മയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചുകൊണ്ടാണ്. എങ്ങനെയായാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കിയാണ് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം പാരുണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരളവും കാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാക്കണം, നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ ഒരു കമ്മട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരളവും കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഏതായാലും കൊണ്ടൊക്കെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഈ വെള്ളം പാരിൻ്റെ കണക്കുങ്ങൾ തന്നെയാണ് പിടിച്ചെടുത്തോളി, എന്നാൽ പിന്നെ അളവും കാര്യമൊക്കെ കറക്റ്റിന് കിട്ടുമല്ലോ. അപ്പോൾ ഏതായാലും കൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ച് വെള്ളം പാർന്നുകാണ്ട് ആദ്യം തന്നെ ഈ ഒരു ഗോതമ്പ് പൊടിൻ്റെ കട്ടൊക്കെ ഒന്നുകൂടെ ഉടച്ചെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കട്ട എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൽവ നല്ലൊരു സോഫ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ആദ്യം തന്നെ ഗോതമ്പ് പൊടിയിൽ ഒരുപാട് വെള്ളമാണ് പാർന്നെടുത്താൽ ചിലപ്പോൾ മണിപ്പിടിച്ചാനൊക്കെ സാധ്യത ഉണ്ടാവുകയെ. അപ്പോൾ കുറച്ച് വെള്ളം പാർന്നൊന്നും ഇങ്ങനെയായിട്ട് കൊയമ്പ് പോലെ ആക്കിയെടുത്താൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടിയാണ് ഒഴിച്ച് കൊടുക്കാമല്ലോ വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് ഞാൻ ഇത്രയും വെള്ളം പാർന്നു കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഇതൊന്നൊരു പാത്രക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ പരിപാടി ഒന്നുമില്ല, ചെറിയ പരിപാടിയാണ്. ഏതായാലും കൊണ്ടൊക്കെയാണ് ഇത് ഇവിടെ നിന്നിക്കണേ. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് ഇതൊന്ന് അരിച്ചെടുക്കൽ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്ക്, അമ്മാതിരി പരിപാടിയൊന്നുമില്ല. എടുക്കുക, കലക്കുക, അരിക്കുക, അത്ര പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ചായ അരിച്ചെടുക്കണ ചായ അരിച്ചില്ലേ ആ അരിപ്പെടുത്തോളൂ വേണ്ടി. ഇനിയിപ്പോൾ ജ്യൂസ് അരിപ്പൊന്നും എടുക്കരുത് കേട്ടോ. കാരണം ഈ ഗോതമ്പ് പൊടിയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ചെറിയ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോട്ടെ അരിച്ചാണ്. അപ്പോൾ നേരെ കൊണ്ടുപോയി നമ്മൾ ജ്യൂസ് അരിപ്പൊക്കെ എടുത്ത് അരിച്ചിരുന്നെങ്കിൽ അരി വെറുതെ ആയി എന്നല്ലാതെ അതിനൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചായ അരിച്ചണ അരിപ്പ എടുത്തത്. അപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പിനെക്കാട്ടി നല്ലത് ഇതേമാതിരി ഈ അരിപ്പയാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പായാലും കുറച്ചും കൂടിയൊക്കെ അതിന് പോവും. പിന്നെ ഇനിയിപ്പോൾ അരിച്ചോളണമെന്നൊന്നും ഇല്ല, എന്നാലും അരിച്ച് കണ്ടാകുമ്പോൾ ഒന്നും കൂടി ഒരു ഇത് കിട്ടും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ അരിപ്പയാണ്. ചെറിയ അരിപ്പായതുകൊണ്ട് തന്നെ ഇതിൽ അരിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാനൊരു 3-4-5 വട്ടമാക്കിയാണ് ഇത് അരിച്ചെടുക്കണത്. അപ്പോൾ ഏതായാലും ഞാൻ ഇത് ഇവനോട് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞാൻ കുറച്ച് മാത്രം കാട്ടിത്തരാണ്. കുറേ ഞാൻ ക്യാമറ ഓഫാക്കി കണ്ടേ ഒഴിവാക്കി കേട്ടോ, നേരം കളയണ്ട അരിച്ചാണ്ടാണ്. അപ്പോളേ നമുക്ക് ഒഴിവുള്ള നേരത്തൊക്കെ ഇതേമാതിരി കുറച്ച് പലഹാരം നമ്മളെ വീട്ടിലുണ്ടാക്കി വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വിരുന്നേർ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള സമയത്തൊക്കെ നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാകുമ്പോൾ നമുക്ക് പിന്നെ ആണെങ്കിൽ ഇത് സാധാരണ ഒരു പലഹാരം നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ വലിയൊരു ചിലവില്ലാത്ത മാത്രമല്ല ഇതിൽ നമ്മൾ നല്ല രസം കൊടുക്കുന്ന 2-3 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് തോനെ ഉണ്ടാക്കി വെച്ചോളേണ്ടി. എന്താ വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുട്ടായിയൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ ഇതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ എടുത്തു കൊടുത്താൽ തന്നെ പിന്നെ ആണെങ്കിൽ ഇതൊരു കുറേ ദിവസത്തിന് കേടരില്ല. എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം ഇതാക്കി എടുക്കണോണ്ട് തന്നെ ഒരു നുരുമ്പും കേട് വരാനുള്ളൊരു സാധ്യതയില്ല. പിന്നെ നമുക്ക് ബേജാറുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ അത് ഒന്ന് തണുത്തും കൂടി ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ.
അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണ് നമുക്ക് ആ ഒരു മാവൊക്കെ റെഡിയായി ഇവിടെ റെഡി ആയിക്കണ്. ഇനി നോക്കിയാണ് ഞാനൊരു 2.5 അച്ച് ശർക്കര എടുത്ത് കിട്ടാ. എത്രയെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 2.5 അച്ച് ശർക്കര ആകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഇനി നല്ല മധുരം വേണം ഇതിന്. ഇനിയിപ്പോൾ മധുരം കുറക്കണം എന്ന് ആഗ്രഹമുള്ളവർ കുറച്ചോളി, പിന്നെ പഞ്ചസാര വേണമെന്നെങ്കിൽ അങ്ങനെ ഇട്ടോളി കേട്ടോ. പക്ഷേ ശർക്കര ആകുമ്പോഴാണ് ഇതിനൊന്നും കൂടി രസം കൊടുക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയല്ലല്ലോ, നമ്മൾ എണ്ണ ഓയിലോ ഒന്നും കൂട്ടണമില്ല, പോരാത്തിന് ഗോതമ്പ് പൊടിയാണ്, പിന്നെ ഞാൻ കൊണ്ടുപോയാണ് പഞ്ചസാര കുത്തി നിറക്കണ്ടല്ലോ. അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണ് ആ ചക്കര ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പാർന്നാണ് തീ വെച്ചിക്കണേ. ഞാൻ അതവിടെ കിടന്നാണ് മെൽറ്റാവുകയും. അപ്പോത്തിന് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് തേങ്ങ, ഒരു തേങ്ങൻ്റെ പകുതിയിലേറെ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയാണ്. അപ്പോൾ വലിയൊരു മുറിയേനി. അപ്പോൾ ആ ഒരു മുറി ലേശം കൂടി ചരുക്കിയാണ്. അപ്പോൾ തേങ്ങ ഒക്കെ നിങ്ങളെ കണക്കിനനുസരിച്ചാണ് എടുത്തോളി. ഇപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഉണ്ടാക്കാതൊക്കെ, അതിപ്പോൾ പറയാനുള്ളൂ. തേങ്ങ വേണം, തേങ്ങ ഉണ്ടാകുമ്പോൾ ഇത് രസം ഉണ്ടാവുള്ളൂ. പിന്നെ ഏതായാലും കൊണ്ടൊക്കെ അളവ് കുറച്ചാൽ വേണ്ടി തേങ്ങ പഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ്. ഞാൻ ഒരു മുറിയും കുറച്ച് തേങ്ങ എടുത്തുകാണ്ട് നല്ലോണം അങ്ങോട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടുകാണ്ട് ഒന്ന് ഒതുക്കി, നല്ലോണം കൊണ്ട് ഒതുക്കിക്കാണ്ട് പിഴിഞ്ഞിട്ടോ. പിഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കൂടി പിഴിഞ്ഞെടുക്കുകയാണ്. ഒന്നും കൂടി പിഴിയണമെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ചണ്ടി മിക്സിൻ്റെ ജാറക്കനെ ഇട്ട് കൊടുത്തുകൊണ്ട് ലേശം കൂടി വെള്ളം പാർന്നുകൊണ്ട് ഒന്നങ്ങോട്ട് അടിച്ചാൽ അതിൽ ഒരു നുരുമ്പും ഇല്ലാതെ ആ പാലും ഇങ്ങോട്ട് പോന്നോളും. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇതാ ഇങ്ങനെ പോരും. നേരെ മറിച്ച് നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് കുഴച്ചാണ്ട് പിന്നെ ഒന്നും കൂടി അരിച്ചാണെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോരൂല. അപ്പോൾ അതിനെക്കാട്ടൊക്കെ നല്ല കുറച്ച് വെള്ളം പാർന്നാണ്ടേ ഒന്നിങ്ങോട്ട് ഒതുക്കിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇതും കൂടി പിഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഇതന്നെ ഉള്ളൂ. പിന്നെ കാര്യമായിട്ട് ഒരു പണിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നല്ല രസം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കണം. അപ്പോഴാണ് നമ്മൾ സാധാരണ നമുക്കിപ്പോൾ ഒരു എന്ത് പലഹാരം വാങ്ങണമെങ്കിലും എന്തോ ഒരു വില. പക്ഷെ നമ്മളെ വീട്ടിൽ ഈ ഒരു ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെന്ന് ആരറിയണില്ലേ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണ് ആ തേങ്ങാപ്പാലൊക്കെ ഞാനൊരു ചട്ടിക്ക് ഒഴിച്ച് കിട്ടാ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നോക്കി എടുത്തോളി. എന്നാൽ പിന്നെ എന്താ പറയുക, ഇത് തീ വെച്ചുകാണ്ട് നമുക്ക് ഒരുപാട് എന്തൊക്കെ പണിയെടുക്കണം ഒക്കെ എടുക്കാൻ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റിൽ തിളക്കോളൊന്നും ഇളക്കി കൊടുക്കണം എന്നല്ലാതെ പിന്നെ അതിന്മേൽ കിടന്നാണ്ട് കെട്ടി മാറേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ് ഞാൻ ആ ഗോതമ്പ് മാവും കൂടി ഇതിലേക്ക് പാർന്ന് കൊടുത്തുകാണ്ട് തീമക്ക് വെച്ചുകാണ്ട് ഒന്നിങ്ങോട്ട് തിളക്കോളം ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഇങ്ങടുത്ത് ചട്ടി വലിപ്പമുണ്ടെങ്കിൽ എടുത്തോളൂ. ഇപ്പോൾ ഏതായാലും ഇത് വലിപ്പം കുറവാണ്, പക്ഷേ ഇത് തിളച്ച് ചിന്തൊന്നും നിങ്ങൾ വേജാറുമില്ല. പിന്നെ പോരാത്ത ഇത് കുറച്ചങ്ങോട്ട് തിളക്കുമ്പോൾ ഇത് ഇങ്ങനെ താവും, വേഗം കുറുകുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഞാൻ കുറച്ചുകൂടി വലിപ്പമുള്ള ചട്ടിക്ക് ഒഴിച്ചു. അപ്പം എന്താ വെച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാൽ നമ്മളിതിങ്ങനെ കയ്യാക്കാതെ ഇളക്കൊന്നും വേണ്ട. ഇത് കുറച്ച് നേരം ഇതൊക്കെയാണ് ഇപ്പോൾ കുറേ താന്നില്ലേ, അത് കുറച്ചങ്ങോട്ട് കത്തിയാവുമ്പോൾ തന്നെ വേഗം ഇതാവും. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് തീമച്ചിക്കാണ്ട് മീനൊക്കെ മുറിച്ചിക്കാണ്ട് പിന്നെ മീൻ മുറിച്ചിൻ്റെ അടി ഏതായാലും നമുക്ക് തിളക്കാൻ കഴിയൂല, മീൻ മണക്കും ഇതൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ പണി വരെ എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ അടുത്തുനിന്ന് ഒന്ന് അനങ്ങാനോ പോകാനോ ഒന്നും പറ്റൂല. അപ്പോൾ ഇതിന് പിന്നെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. എന്ത് പണി നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിലും എന്ത് ചെയ്യുക, കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് കണ്ടെന്നുകൊണ്ട് കലക്കി കണ്ടേ ഞാൻ അരിച്ചണമെങ്കിൽ അരിച്ചോളി, ഇനി അരിച്ചേണ്ട ഒരു കുഴപ്പമൊന്നുമില്ല, വല്ല കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ഞാൻ പിന്നെ ഒന്ന് ഉഷാറായിക്കോട്ടെ അരിച്ചതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണി ആ കുറച്ച് ഗോതമ്പ് പൊടി എടുത്താണ്ട് കലക്കിക്കാണ്ട് ലേശം തേങ്ങയും ചിരകി പാല് വീഞ്ഞിക്കാണ്ട് കുറച്ച് ചക്കരി ഉരുക്കാണ്ടാണ് എല്ലാം കൂടി കൂട്ടിയാണ്ടാണ് തീ വെച്ചാലുണ്ടല്ലോ ഈ പിന്നെ ഒരുവിധം പണിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ നമുക്ക് പലഹാരം വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചൊന്നും ഇങ്ങനെ കുറുകി ഇങ്ങനെ വന്നാലായിട്ട് ഞാൻ ചക്കര വെള്ളം പാർന്ന് കൊടുത്തത്. ചക്കര നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ അരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചക്കരവാനിയിലേ കുറേ കരടും കുറുമ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ വേണ്ടി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ എന്താ വെച്ചാൽ നിങ്ങൾ പാത്രം വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചക്കര വെള്ളമൊക്കെ ഈ ഒരു നമ്മൾ തേങ്ങാപ്പാലും ഗോതമ്പിൻ്റെ ബാറ്ററും കൂടി ഒഴിച്ചില്ല, നേരത്തെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ കോഫി പൗഡർ ഉണ്ടല്ലോ, ബ്രൂൻ്റെ ആയാലും ഇനിയിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഈ കോഫി പൗഡർ കാപ്പിപ്പൊടിയേ അത് ലേശം ഏതായാലും ഒരു 1/2 ടീസ്പൂണിൻ്റെ താഴെ കണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നിങ്ങളുടെ മിക്സ് ചെയ്ത് ഇതാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുക. കട്ട പിടിച്ചാനൊന്നും ഇടം വരുത്തരുത്. നല്ലോണം എല്ലായിടത്തും എത്തണ മാതിരിയാണ് ഇളക്കി കൊടുക്കുക. നമ്മളിത് തീമച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് ഇങ്ങനെ കുറുകി ആദ്യം തിളക്കോളം ചെറുതായിട്ട് നിളക്കി വേഗം തിളക്കും. എന്നിട്ട് പിന്നെ ഇത് ഇത്ര ആകണ വരെ നമുക്ക് എല്ലാ പണിയെടുക്കുക. പക്ഷേ ഇത്ര ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കുറച്ച് നേരം നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തില്ലേ, ഇനി ഇതിലേക്ക് നല്ല രസം കൊടുക്കുന്ന ഒരു മുതലാണ് ഈ ഏലക്കായിൻ്റെ പൊടി. അത് നിങ്ങളെ പെരിയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് 2-3 ഏലക്കായ എടുത്തുകാണ്ട് ഒന്നാണ്ട് അതിൻ്റെ ആ കുരു കുത്തി ചതക്കാണ്ട് ഇട്ട് കൊടുത്താൽ വേണ്ടി. ഞാനിപ്പോൾ ഇത് കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചാണ്. അങ്ങനെ പൊടിച്ച് വെച്ചാൽ എന്താ പറയുക, നമുക്ക് കുറേ പൊടി കിട്ടും. എന്താ വെച്ചാൽ നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ ഏലക്കായ എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളത്തെ കുരു എടുത്ത് കുത്തിയാൽ ഭയങ്കര നഷ്ടമാണ് ഈ കാര്യം. പിന്നെ നേരെ മറിച്ച് നമ്മൾ ആ ഒരു 100 ഏലക്കായൊക്കെ കൊടുന്നാൽ ഒന്ന് വെയിലത്ത് വെച്ചാൽ ആ ചൂടോടൊക്കെ കുറച്ച് പഞ്ചാരയും കൂട്ടിയാണ്ടാണ് പൊടിച്ച് വെച്ചാൽ ഒരുപാട് പൊടി ഉണ്ടാവും കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ജീരകം വറുത്ത് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നല്ല ജീരകം പച്ച പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി എടുത്താലും മതി. ഏതായാലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും ഈ 3 കാര്യം ഇതിൽ നിങ്ങൾ ഒഴിവാക്കേ ചെയ്യരുത്. ഈ 3 പൊടി നിങ്ങൾക്ക് ഇടാൻ കഴിയൂല, നിങ്ങളിത് ഉണ്ടാക്കണ്ട. കാരണം അത്രക്കും രസമാണിത് ഇങ്ങനെ 3 പൊടി ഇട്ടുണ്ടാക്കിയാൽ അതേ പറയാനുള്ളൂ. പിന്നെ നോക്കിയാണെങ്കിൽ നമ്മളിപ്പോൾ അത് പഞ്ചാരയും തേങ്ങാപ്പാലും ഈ പൊടികളൊക്കെ ഇട്ടുന്നതിനും കൂടിയിട്ട് നമുക്കിതൊരു നല്ലൊരു ഉഷാറായി കിട്ടണത് മുഴുവനായി കിട്ടണതിൻ്റെ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമുക്കിതൊരു ഉഷാറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കൊണ്ട് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ അരൊക്കെ വിട്ട് വരൽ തുടങ്ങി. എന്തോ ഒരു എളുപ്പം നോക്കി, നല്ല എളുപ്പത്തിലാണ്. അപ്പോൾ ഒരു നമ്മൾ പൊടി കലക്കണ നേരത്തെ ഒരു 1 ഗ്ലാസ് പൊടി ഇതുകൊണ്ട് പൊടി കലക്കി 1-1.5 ഗ്ലാസ് കൊണ്ട് തേങ്ങാപ്പാലും പിഴിഞ്ഞെടുക്കൽ കഴിഞ്ഞ് തെങ്ങിൽ വെള്ളം പറഞ്ഞ് അരക്കണ കാര്യമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ തേങ്ങാപ്പാലും പിഴിഞ്ഞെടുത്തപ്പോൾ ഏകദേശം ഒരു പിന്നെ ശർക്കര വെള്ളവും എല്ലാം കൂടി ഒരു 3-3.5 ഗ്ലാസ് ഏകദേശം ഒരു 4 ഗ്ലാസ്സോളം ഉണ്ടായാൽ തന്നെ നമുക്കിത് ഇതിലേക്കുള്ള വെള്ളം കറക്റ്റ് ആവട്ടോ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പാർന്ന് ഒക്കെ ചെയ്തോളേണ്ടി. എന്നിട്ട് എന്താ ചെയ്യുക, പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ കുറുക്കിയെടുത്താൽ തന്നെ റെഡിയായി കിട്ടും. പിന്നെ വെള്ളം ഏറി വിചാരിച്ച് വെച്ചാൽ പിന്നെ വെള്ളം ഏറിയ കുറച്ചൊരു കൂടി ഏറെ നേരം കത്തിച്ച് വെക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുപോയിക്കാണി നല്ലോണം ഇതിത്തെ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്നത്. ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ പാർന്നില്ലേ, അപ്പോൾ തേങ്ങ നല്ല വളഞ്ഞതേന്. അപ്പോൾ വിളഞ്ഞ തേങ്ങ ഇതുപോലെ ഇങ്ങനെ വരണ്ട് ഇങ്ങനെ വറ്റി വരുമ്പം അതിലായ എണ്ണ ഇങ്ങനെ കിരിഞ്ഞ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ, വെളിച്ചെണ്ണ, പിന്നെ അതേപോലെ തന്നെ നെയ്യ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്രയോ ഇപ്പോൾ എനിക്കൊക്കെ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ ഈ പശുവിൻ്റെ നെയ്യ് ഉണ്ടല്ലോ, മിൽമ നെയ്യ്, അതൊക്കെ ഇതിക്ക് പാർന്നാൽ വേറൊരു നല്ലതാണ് കാര്യം ചിലർക്ക്. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇനി ഓയിലാട്ടെ വെളിച്ചെണ്ണ ആട്ടെ അതാണെങ്കിൽ നമ്മളിപ്പോൾ പീടിയിൽ നിന്നൊക്കെ വാങ്ങിയതല്ല, അതും ഇത്ര ഇത് കിട്ടില്ല. പക്ഷെ നമ്മളെ തേങ്ങ വെന്ത വെളിച്ചെണ്ണ അതൊരു ഗമ വേറെ തന്നെയാണ്. അതാണ് കേട്ടോ ഇതിലിങ്ങനെ വന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചുകാണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതേമാതിരി കിട്ടുള്ളൂ. തേങ്ങാപ്പാൽ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഓയിലോ നെയ്യ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ്. ഇനി നമുക്കേ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കട്ടാ. അപ്പോൾ സെറ്റാക്കാൻ വേണ്ടി വെക്കണം ഞാൻ അതേമാതിരി ഒരു പാത്രമാണ്. അപ്പോൾ അതിലൊരു തുള്ളി വെളിച്ചെണ്ണ ഇട്ടിച്ചിക്കാണ്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുത്താണ്ടേ. പിന്നെ ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്താണ്. അണ്ടിപ്പരിപ്പ് ഞാൻ ഇത് ചെയ്തിട്ടൊന്നുമില്ല, ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ചൊറുക്കിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ നല്ല രസമല്ലേ ഇതൊക്കെ ഇങ്ങനെ ചൊറുക്കാക്കി വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളിട്ടാ, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പില്ലെങ്കിൽ അത് ഒഴിവാക്കിയാളി. ഇനിയിപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വെന്തിട്ടില്ല എന്നുള്ള ബേജാറുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒരു തുള്ളി നെയ്യോ പാർന്നാണ്ട് ഒന്ന് ഇതാക്കിയെടുത്താൽ വേണ്ടി. പക്ഷെ നമ്മളിത് തിന്നുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പൊക്കെ പച്ചക്ക് തിന്നണം, അപ്പോഴേ നമുക്കിതിന് ഫലമുള്ളൂ. ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ് അണ്ടിപ്പരിപ്പ് അങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ ഏതിലും നിങ്ങൾക്ക് വെക്കട്ടോ. കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കുണ്ടപാത്രം ഉണ്ടെങ്കിൽ അത്, ചായപാത്രം അല്ലെങ്കിൽ വല്ല തട്ടുപാത്രം ഉണ്ടല്ലോ കുട്ടികൾ ചോറുണ്ടാണ് സ്കൂൾക്കൊക്കെ, അത് ഏത് പാത്രത്തിലും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ. അപ്പം ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുത്തുക്കണമെന്നേ ഉള്ളൂ, ഇതിപ്പോൾ എല്ലാവരും അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കറുത്തുള്ളും വെളുത്തുള്ളും അതും കൂടി ഇട്ട് കൊടുത്തേണ്. ഒക്കെ നല്ലൊരു ചൊറുക്കിനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളിത് ഇങ്ങനെ വരട്ടിയെടുക്കണ നേരത്തെ വേണമെങ്കിൽ ലേശം അണ്ടിപ്പരിപ്പൊക്കെ വേവിച്ചാണ് ഇട്ട് കൊടുത്താൽ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ ഈ പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ വേണ്ടിയിട്ടാ. ഇതേമാതിരി അണ്ടിപ്പരിപ്പും എള്ളുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നേരെ നമുക്കിത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നോക്കണേ ചട്ടിന്നൊക്കെ ചാടണ്.
ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിച്ച ഒന്നും ആയിട്ടില്ല. നമ്മളെ ഹൽവ നല്ല സൂപ്പറായിട്ട് നല്ലൊരു മണമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ നല്ല ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും പിന്നെ കാപ്പിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടേക്കും. കാപ്പിപ്പൊടി ഇട്ടാൽ നമുക്ക് നല്ലൊരു എന്താ പറയാനറിയാത്തൊരു രസമാണ് കിട്ടുക. അത് വിചാരിച്ച് കാപ്പിപ്പൊടി ഏറരുത് കേട്ടോ, ഒരുപാടാണ്ട് ഇടരുത്. ഒരു ഗ്ലാസ് കൊണ്ടൊക്കെ വെച്ച് ഈ ഒരു കണക്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ കാപ്പിപ്പൊടി അത് നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന രസമല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കാരം. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യാൻ വെച്ച് ഏകദേശം ഇത് അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഇതാ നല്ല ഉഷാറുള്ള ഹൽവനെ നമുക്ക് കിട്ടിയിട്ടോ. കേക്ക് പാത്രത്തിൽ അല്ല ടിന്നിൽ നിന്ന് വിട്ടിട്ടായി ഒന്നുമില്ല, വേഗം ചാടും. ഇങ്ങോട്ടേക്കാണ് കൈമലൊക്കെ എണ്ണ, ഈ എണ്ണ നല്ല രസമാണ്. അപ്പം ഇനി ഏത് രീതിയിൽ നിങ്ങൾ മുറിച്ചോളി, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ മുറിച്ചണേ കണ്ടാക്കിയിട്ടൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അണ്ടിപ്പരിപ്പൊക്കെ പോയെന്നിക്കണ്, അത് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഇപ്പോൾ ഈ സ്കൂളൊക്കെ വിട്ട് വരുന്ന നേരത്തൊക്കെ അതേപോലെ തന്നെ സ്കൂളില്ലാത്ത ദിവസം ഒക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടി വരും. അപ്പോഴാണെങ്കിലോ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് പലഹാരം തന്നെ വാങ്ങി കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ നേരത്തൊക്കെ ഇതൊന്നും ഉണ്ടാക്കി വെക്കേണ്ടിട്ടാ. പിന്നെ നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനാണ്ട് ഉണ്ടാക്കി കോളിയുണ്ട്. ഇനിയിപ്പോൾ ഇത് പിശുക്കി ഒന്നും ഉണ്ടാക്കണ്ട, കുറച്ച് വലിപ്പമുള്ള ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലാണ്ട് ഉണ്ടാക്കി കോളി. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് തിന്നും ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നണം തോന്നുമ്പോഴൊക്കെ തിന്നും ചെയ്യുക. പിന്നെ നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങളിത് ഈ ഒരു വീഡിയോ, ഈ ഒരു പലഹാരം ഇത് നിങ്ങൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല, ഇത് വല്ലാത്ത രസമുണ്ട്. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിച്ചത് കാണാൻ ചുരുക്കൊണ്ട് തിന്നാൻ രസമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തീറ്റിച്ച് കാട്ടിത്തരാൻ അപ്പോൾ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കും വേണം. പിന്നെ നിങ്ങളിത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ നിങ്ങളെ ഫോൺ എടുക്കുമ്പോൾ കുറേ ഗ്രൂപ്പ് കാണുമല്ലോ, അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റും തോന്നണീക്കൊക്കെ. എല്ലാത്തിക്കൊന്നും ഇപ്പോൾ നമുക്ക് ഇതേമാതിരി അയച്ചു കൊടുക്കാനൊന്നും പറ്റൂല. അപ്പോൾ പറ്റും തോന്നണീക്കൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കുക, കാരണം എല്ലാവർക്കും ഒന്ന് ഉപകാരമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നുകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ മറക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മറന്നുകണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ലൈക്ക് ചെയ്യ്. പിന്നെ അതേമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പിന്നെ കുറേ ആൾക്കാരുണ്ടാവും കാണുന്നത് ചെയ്യണം വിചാരിച്ചുകൊണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലിട്ടോ. ഇതേമാതിരിയുള്ള നമ്മളെ വീടിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ വെച്ച് കണ്ടേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊക്കെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം എത്തിക്കോളും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ണിയാളെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉള്ളൊന്ന് കമൻറ്റും ചെയ്താളി. അപ്പോൾ പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ നമ്മളെല്ലാ കൂടി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ട്. ഇന്നാളും പരോ ഒന്ന് കമൻറ്റ് ചെയ്തിയാണ്, ഭയങ്കര തീറ്റയാണല്ലോ ഉണ്ടാക്കുമ്പോൾ തന്നെ. ചില മുതലൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോഴേ തിന്നാൻ തോന്നും, അപ്പോൾ ഭയങ്കര രസമാണ് കാരം. പക്ഷേ ഇത് തണുത്തിട്ട് തിന്നുമ്പോഴാട്ടെ രസം. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.